എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി 8:5. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഫിലിപ്പോസ് ശമര്യയിൽ ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ തുനിഞ്ഞത് അസാധാരണമായ ഒരു ദൈവകൃപയായിരുന്നു. നൂറ്റാണ്ടുകളായി യഹൂദന്മാരും ശമര്യരും ശത്രുക്കളായിരുന്നു. ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച കർത്താവിനെ അനുഗമിച്ച ഫിലിപ്പോസ് ദാഹജലം ചോദിച്ച് സമീപിച്ച യേശുവിനോട് ശമരിയാക്കാരി പുലർത്തിയ മനോഭാവം നമുക്കറിയാവുന്നതാണ്. നീ യഹൂദൻ, ഞാൻ ഒരു ശമരിയാക്കാരി. യഹൂദന്മാർക്കും ശമരിയർക്കും തമ്മിൽ സമ്പർക്കമില്ലല്ലോ. BC 10-ാം നൂറ്റാണ്ടിൽ 12 ഗോത്രങ്ങളടങ്ങിയ പലസ്തീൻ നാട് 10 ഗോത്രങ്ങളടങ്ങുന്ന വടക്കേ രാജ്യമെന്നും 2 ഗോത്രങ്ങളുള്ള തെക്കേ രാജ്യമെന്ന് രണ്ടായി വിഭജിക്കപ്പെട്ടു. BC 722 അസീറിയ വടക്കേ രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ശമരിയ പിടിച്ചടക്കി തദ്ദേശവാസികളെ അടിമകളായി കൊണ്ടുപോയി. പകരം അസീറിയയിൽ നിന്ന് ആളുകളെ ഇറക്കുമതി ചെയ്ത് അവിടെ പാർപ്പിച്ചു. അതിൻ്റെ ഫലമായി ശമരിയർ സങ്കരവർഗമായി. BC 6-ാം നൂറ്റാണ്ടിൽ ബാബിലോൺ യഹൂദിയ കീഴടക്കി ജനത്തെ അടിമകളാക്കി കൊണ്ടുപോയി. സങ്കരവർഗമാകാതെ തങ്ങളുടെ ആളത്വം കാത്തു സൂക്ഷിക്കാനും യഹൂദർ പ്രത്യേകം ശ്രദ്ധിച്ചു. പ്രവാസകാലം കഴിഞ്ഞ് മടങ്ങി വന്ന് നഗരവും ദേവാലയവും പണിതു. വടക്കേ രാജ്യക്കാർ സങ്കരവർഗമായി, തെക്കേ രാജ്യക്കാർ അവരുടെ തനിമ നിലനിർത്തുകയും ചെയ്തു. അങ്ങനെ വടക്കേ രാജ്യത്ത് സങ്കരവർഗമായി തീർന്ന അതിൻ്റെ തലമുറക്കാരായിരുന്നു ഈ ശമരിയക്കാർ എന്ന് അറിയപ്പെട്ടിരുന്നത്. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ക്രിസ്തുവിനെ പ്രസംഗിപ്പാൻ കാണിച്ച മനോഭാവം സഭാചരിത്രത്തിലെ ഒരു സുപ്രധാന കാൽവെപ്പായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമായിരുന്നു അത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാകുമെന്നാണ് വാഗ്ദാനം. മിത്രങ്ങളോട് മാത്രമല്ല, ശത്രുക്കളോടും സുവിശേഷം പങ്കുവെക്കേണ്ടതാണ്. ശത്രുക്കളെയും മിത്രങ്ങളാക്കി തീർക്കുന്ന മാർഗമാണ് ക്രിസ്തുമാർഗം. ഫിലിപ്പോസിനെ കുറിച്ച് നമുക്ക് വളരെയൊന്നും അറിയില്ല. എന്നാൽ സഭയുടെ ശില്പികളിൽ ഒരാളായി തീർന്നു എന്നതാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. ക്രൂശിൻ്റെ ചുവട്ടിൽ ശത്രു മിത്ര വ്യത്യാസമില്ല, എല്ലാവരും ഒരുപോലെയാണ്. യേശു നമുക്ക് അനിവാര്യനെങ്കിൽ സകല ആളുകൾക്കും അനിവാര്യനാണ് എന്ന് എമിൽ ബ്രൂണർ പറഞ്ഞിട്ടുണ്ട്. ഫിലിപ്പോസ് ധൈര്യത്തോടെ ശമരിയയിൽ ക്രിസ്തുവിനെ പ്രസംഗിച്ചു. രണ്ടാമത് അതിൻ്റെ ഫലമായി ശമരിയ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. 8-ാം വാക്യത്തിൽ കാണുന്നു. പീഡനത്തിൻ്റെ ഫലമായി ചിതറിക്കപ്പെട്ടവരാണ് ശമരിയയിൽ ക്രിസ്തുവിനെ പ്രസംഗിച്ചത്. പകയോ വിദ്വേഷമോ അവരിൽ ഇല്ലായിരുന്നു. സാഹചര്യങ്ങൾക്ക് അതീതമായി വ്യാപരിച്ച ദൈവസ്നേഹമാണ് സുവിശേഷം. ശത്രുക്കളോടും പങ്കുവയ്ക്കാൻ അവരെ പ്രേരിപ്പിച്ചത് ഫിലിപ്പോസ് കാരാഗൃഹത്തിൽ കിടന്ന പൗലോസിൻ്റെയും ശീലാസിൻ്റെയും അനുഭവമൊക്കെ ഇത്തരത്തിലായിരുന്നു. കാണുന്നവരോട് പോകുന്ന ഇടങ്ങളിലൊക്കെ സുവിശേഷം പറയുക. അതിൻ്റെ ഫലമായിട്ടാണ് കാരാഗൃഹ പ്രമാണിയും കുടുംബവും യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് വീടടക്കം ആനന്ദിക്കാൻ ഇടയായി തീർന്നത്. യേശുക്രിസ്തുവുമായുള്ള ബന്ധമാണ് യഥാർത്ഥ സന്തോഷത്തിൻ്റെ നിദാനം. സാഹചര്യങ്ങളിൽ അധിഷ്ഠിതമായ സന്തോഷം. സാഹചര്യം മാറുന്നതിനനുസരിച്ച് ഒരു പക്ഷെങ്കിൽ ആ സന്തോഷം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും.
സാഹചര്യങ്ങൾക്ക് അതീതമായ സന്തോഷം യേശുവിലൂടെയാണ് ലഭ്യമാകുന്നത്. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ ഉണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നു. അധികം സന്തോഷത്തിൻ്റെ മാർഗമാണ് ക്രിസ്തുമാർഗം. സന്തോഷത്തിൻ്റെ രഹസ്യവും ഫലവും ശമരിയ സംഭവം സാക്ഷിച്ചിരിക്കുന്നത് അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്ക നിലവിളിച്ചും കൊണ്ട് പുറപ്പെട്ടു. അനേകം പക്ഷപാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു. സുവിശേഷം ശരീരത്തിന് സൗഖ്യവും മനസ്സിന് സന്തോഷവും പ്രദാനം ചെയ്യും. മനുഷ്യൻ്റെ ആകമാന വളർച്ചയ്ക്ക് വിഘാതമായി എന്തിനേയും ചെറുത്ത് കരം പിടിച്ച് ഉയർത്തുന്നതാണ് സുവിശേഷം. മറ്റൊരു കാര്യം, പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ദാനം. 20-ാമത്തെ വാക്യത്തിൽ നമ്മളങ്ങനെ കാണുന്നു. ശമര്യർ ദൈവവചനം കേട്ടു എന്നറിഞ്ഞ അപ്പോസ്തലന്മാർ പത്രോസിനെയും യോഹന്നാനെയും അങ്ങോട്ട് അയച്ചു. ഇതിനു മുൻപ് ഒരു സമയത്ത് ആകാശത്ത് നിന്ന് തീയിറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് യേശുവിനോട് ആലോചന ചോദിച്ചവനാണ് യോഹന്നാൻ. ശമര്യർ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചെങ്കിലും പരിശുദ്ധാത്മാവിനെയാണ് പ്രാപിച്ചിരുന്നത്. അപ്പോസ്തലന്മാർ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മ നൽവരം ലഭിച്ചു. അത് കണ്ട ശീമോൻ താനും കൈവച്ചാൽ ആ വിധം പരിശുദ്ധാത്മവരം മറ്റുള്ളവർക്ക് ലഭിക്കത്തക്കവണ്ണം അപ്പോസ്തലന്മാരുടെ പക്കൽ പണം കൊണ്ടുവന്നു. പണം കൊടുത്ത് പരിശുദ്ധാത്മാവിനെ പകരുന്ന വരം ലഭിപ്പാൻ വന്ന ശീമോൻ ഒരു പക്ഷെങ്കിൽ പല രൂപത്തിൽ ഇന്ന് നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടാവാം. പത്രോസ് അതിന് കൊടുക്കുന്ന മറുപടിയാണ് പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ദാനം എന്നത്. ശമരിയയിൽ സുവിശേഷം ഘോഷിക്കപ്പെട്ടത് ആദ്യമാണ്. സങ്കരവർഗം എന്ന നിലയിൽ യഹൂദന്മാരുടെ ദൃഷ്ടിയിൽ അവർ വിജാതീയരാണ്. അതുകൊണ്ട് വിജാതീയരുടെ ആദ്യ ഫലമായി അവരെ കാണാമെന്നാണ് പല പഠിതാക്കളുടെയും അഭിപ്രായം. കൊർന്നല്യോസിന്റെ ഭവനത്തിലും ഇതേ ക്രമം ആവർത്തിക്കുന്നത് ശ്രദ്ധേയമാണ്. ഫിലിപ്പോസിന്റെ പ്രവർത്തനം അപ്പോസ്തലന്മാർ നേരിട്ട് കണ്ട് മനസ്സിലാക്കി ഐക്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും അടയാളമായിട്ടാണ് അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചത് എന്ന് കരുതപ്പെടുന്നവരുണ്ട്. യഹൂദ ക്രിസ്ത്യാനികളെ പോലെ ശമരിയ ക്രിസ്ത്യാനികളും കർത്തൃസന്നിധിയിൽ തുല്യരും വാഗ്ദത്തങ്ങൾക്ക് തുല്യ അവകാശികളുമാണ്. ഒരു വ്യത്യാസവും ദൈവസന്നിധിയിൽ ഇവർക്കില്ല. അതുകൊണ്ട് നമ്മുടെയൊക്കെ അരികിൽ ഈ സുവിശേഷം കടന്നു വരുമ്പോൾ അനേകരിലൂടെ കൈമാറ്റപ്പെട്ട് തടസ്സങ്ങളെ അതിജീവിച്ച് എല്ലാ വേർതിരിവുകളെയും വേലികളെയും ഇല്ലാതാക്കി നമുക്ക് അത് എത്തിച്ച് നൽകിയ പിതാക്കന്മാരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പുതിയ ദിവസത്തിൻ്റെ പ്രഭാതം നമുക്കും ഇത്തരത്തിൽ കർത്താവിൻ്റെ സുവിശേഷം പങ്കുവെപ്പാൻ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സാധിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി സ്തോത്രം. അവിടുത്തെ കരുണയിൽ അടിയങ്ങളെ ആശ്രയിക്കുന്നു. ഇന്നിൻ്റെ നന്മകളും സാധ്യതകളും ഒക്കെ ഞങ്ങൾക്ക് നൽകണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെയും അവിടുത്തെ കൃപയിൽ കരുതിക്കൊള്ളണമേ. കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഞങ്ങളോട് പൊറുക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും അനേക മുഖാന്തരങ്ങളെ ഈ പുതിയ വർഷത്തിൽ അവർക്ക് പകരണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനവും കൃപയും ആലോചനയും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.